നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെ ചിഹ്നം എങ്ങനെയാ? ഒരു കുരിശും അതേ ചുറ്റി എന്ത് കണ്ടിട്ടില്ലേ? അതേ ചുറ്റി സർപ്പം. ഇന്നത്തെ കാലമാണെങ്കിൽ പറഞ്ഞു കളയും സാത്താനാരാധനക്കാരുടെ ചിഹ്നമാണ്, നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയും. ഇത് ഒന്നാന്തരം ക്രിസ്ത്യൻ സിമ്പലാണ്. റോമൻ ശിക്ഷാ നിയമമാണ് കുരിശ്. യഹൂദർക്ക് അങ്ങനെ ഒരു ശിക്ഷാരീതി ഇല്ല. യഹൂദർക്ക് കുരിശ് ഒരു ശിക്ഷാരീതിയല്ല. അതാരുടെ ശിക്ഷാരീതി? അത് റോമിൻ്റെ ശിക്ഷാരീതിയാണ്. അതായത് ഏറ്റവും അപമാനം പിടിച്ചതാണ് കുരിശ്. ഏറ്റവും അപമാനം പിടിച്ച അടയാളമാണ് കുരിശ്. അപമാനത്തിൻ്റെ അടയാളത്തിനെ കർത്താവ് എന്ത് ചെയ്തു? മഹത്വത്തിൻ്റെ അടയാളമാക്കി ഉയർത്തി. പഴയ നിയമത്തിൽ നിന്ന് ഇതിന് സമാനമായ ഒന്നിനെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് കൈ പൊക്കിയിട്ടാണെങ്കിലും എനിക്ക് കാണാവുന്ന ഭാഗത്തിൽ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അവിടെ ഒരു ചേട്ടൻ, നല്ല കാര്യം ചേട്ടൻ, ആ ഭാഗത്തു നിന്നൊക്കെ എക്സാക്ട്ലി മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയത്. മോശ പിത്തള സർപ്പത്തെ. കാരണം എന്താ? അവർ കൈയടി കൊടുത്തു, ശരി, അവിടുന്ന് കൈയടി വീഴുന്നുണ്ട്, നല്ല കാര്യം. നമുക്ക് നാടിന് അഭിമാനമല്ലേ, ഇങ്ങനെ വിവരമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയുന്നത് നമുക്ക് സന്തോഷമല്ലേ, അതുകൊണ്ട് കൈയടിച്ചു, നല്ല കാര്യം. പിത്തള സർപ്പം എന്തുകൊണ്ടാ? മറ്റേത് ജീവിയെയും ഉയർത്താമായിരുന്നല്ലോ, മറ്റേത് ജീവിയെ ഉയർത്താമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് പിത്തള സർപ്പത്തെ ഉയർത്താൻ പറഞ്ഞത്? എന്തുകൊണ്ടാ? സർപ്പം ഇവർക്ക് അപമാനത്തിന്റെ നിന്ദയുടെ വിഷയമാണ്. എന്താ കാര്യം? പർദീസായിൽ ഞങ്ങളെ പെടുത്തിയ ജീവിയുടെ പേരാണ് സർപ്പം. അപമാനത്തിന്റെ വെറുപ്പിന്റെ ചിഹ്നമാണ് സർപ്പം. ആ സർപ്പത്തെ ഉയർത്തി നിർത്തിയിട്ട് പറഞ്ഞു, ഇതിലേക്ക് നോക്കുന്നവരൊക്കെ സുഖപ്പെടും. അതേ കാര്യം, അതിൻ്റെ പ്രോട്ടോടൈപ്പാണ് കുരിശിൻ്റെ. അതേ കാര്യം ആവർത്തിക്കപ്പെട്ടതാണ് കുരിശിൽ. അപമാനത്തിൻ്റെ കുരിശിനെ മഹത്വത്തിൻ്റെ സൗഖ്യത്തിൻ്റെ അടയാളമാക്കി. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെ ചിഹ്നം എങ്ങനെയാ? ഒരു കുരിശും അതേ ചുറ്റി എന്ത് കണ്ടിട്ടില്ലേ? അതേ ചുറ്റി സർപ്പം. ഇന്നത്തെ കാലമാണെങ്കിൽ പറഞ്ഞു കളയും സാത്താനാരാധനക്കാരുടെ ചിഹ്നമാണ്, നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയും. ഇത് ഒന്നാന്തരം ക്രിസ്ത്യൻ സിമ്പലാണ്. ഈ കുരിശിനെ ചുറ്റി സർപ്പം. എന്താ? പഴയ നിയമവും പുതിയ നിയമവും ബ്ലെൻഡ് ചെയ്യപ്പെടുക. ഈ സർപ്പം ഏതാ? കുരിശിനെ ചുറ്റി നിൽക്കുന്നത് പിത്തള സർപ്പം. കുരിശ് ഈ പുതിയ നിയമത്തിൻ്റെ രക്ഷയുടെ അടയാളം. കുരിശ് നമുക്കുള്ള ധ്യാനം എന്നറിയാമോ? എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നീ ഇന്നൊരു അപമാനത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നീ ഇന്നൊരു സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഒരു നാണക്കേടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നീ കുരിശിലേക്ക് നോക്ക്. കുരിശോളം അപമാനിക്കപ്പെട്ട ഒന്നിനെ കർത്താവ് മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയെങ്കിൽ ഇന്നത്തെ നിന്റെ സങ്കടങ്ങളെ, നിന്റെ അപമാന ഭാരത്തെ, നിന്റെ മാനക്കേടിനെ മാറ്റി മഹത്വത്തിൻ്റെ അടയാളമായി നിന്നെ ഉയർത്താൻ കർത്താവിന് പറ്റും. കുരിശ് പഠിപ്പിക്കുന്ന പാഠം അതാണ്. കുരിശിനെ, നിന്നാപമാനത്തിൻ്റെ വിഷയത്തിനെ മഹത്വത്തിൻ്റെ അടയാളമാക്കി മാറ്റാൻ കർത്താവിന് പറ്റുമെങ്കിൽ ഇന്നു നീ കടന്നു പോകുന്ന സങ്കടത്തെ, കണ്ണീരിനെ പുഞ്ചിരിയാക്കിയും മഹത്വമാക്കിയും മാറ്റാൻ കർത്താവിന് പറ്റും.